ഹായ് സുഹൃത്തുക്കളെ, നമ്മളിന്ന് പരിചയപ്പെടുന്നത് ഒരു ഹോം മെയ്ഡ് ഡിഷ്. ഞാനത് ചെയ്തു വെച്ചിട്ട് കുറച്ച് നാളായി, പക്ഷേ അതിൻ്റെ ടെസ്റ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ബാക്കിയായുണ്ട്. സമയക്കുറവുള്ളതുകൊണ്ട് നീണ്ടുപോയതാണ്. അപ്പോൾ ഇപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ളൊരു ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ കുറച്ച് ലേറ്റായത്. അപ്പോൾ ഇന്നത്തെ ഇതിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. സുഹൃത്തുക്കളെ, ഞാൻ സ്വന്തമായിട്ട് നിർമ്മിച്ച ആ ഒരു ഡിഷിൻ്റെ ഫോട്ടോസാണ് നിങ്ങളീ കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് ആദ്യമായിട്ടാണ് ഞാൻ ഈ ഡിഷ് ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങളും ഇതൊക്കെ ഇതിനകത്ത് ഉണ്ട്. എന്നാൽ പോലും ഇതിൻ്റെ 100% വർക്ക് കഴിഞ്ഞിട്ടില്ല. കംപ്ലീറ്റ് ഞാൻ റിബ് വെൻഡ് ചെയ്തു, ഷീറ്റും റെഡിയാക്കി. അതിൻ്റെ സ്റ്റാൻഡ് പഴയ ഡിഷിൻ്റെ ആണ്. അതിനകത്ത് ജസ്റ്റ് ഇത് വെച്ചിട്ട് ഞാൻ ഇതിനകത്ത് സിഗ്നൽ നമുക്ക് എന്ത് വേണ്ടി കിട്ടും, അതോ എൻ്റെ ഈ മെഷർമെൻറ്റ്, അതായത് ഞാൻ ഈ ഉണ്ടാക്കിയ മെഷർമെൻറ്റിൽ സിഗ്നലിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, കാരണം വേരിയേഷൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ബാലൻസ് വർക്കുകൾ, അതായത് ഫിനിഷിംഗ് പോയിൻറ്റിലുള്ള വർക്കുകളൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ പഴയ ഒരു സെയിം ഒരു 8 അടിയുടെ ഡിഷുണ്ട്. അതിൻ്റെ ആ ഒരു സ്റ്റാൻഡ്, അതിന് ഞാൻ ഉണ്ടാക്കിയെടുത്ത സ്റ്റാൻഡാണ്. ആ സ്റ്റാൻഡിലേക്ക് ഇതിനൊരു എന്താ പറയുന്നത്, അതിൻ്റെ ബേസൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ അതിൽ തന്നെ ഫിറ്റ് ചെയ്തു. എന്നിട്ട് ഇതൊന്ന് ട്യൂൺ ചെയ്തതാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് 2 മാസമായി ഏകദേശം. പിന്നെ സമയക്കുറവ് കാരണം കൂടുതൽ ഇതിനകത്ത് ട്രെയിൻ ചെയ്യാനും അല്ലെങ്കിൽ അതിൻ്റെ ഫോക്കൽ പോയിൻ്റ് കണ്ടുപിടിക്കാനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു സമയം കിട്ടിയത്. അങ്ങനെ ഞാൻ പഴയ ആ ഡിഷിൻ്റെ ഫോക്കൽ പോയിൻറ്റിൻ്റെ ആ ഒരു പൈപ്പ് എടുത്തു. എന്നിട്ട് കാരണം ആ ഒരു ഡിഷിൻ്റെ കർവും ഈ ഒരു ഡിഷിൻ്റെ കർവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഫോക്കൽ പോയിൻറ്റിൻ്റെ പൈപ്പ് ഞാൻ കട്ട് ചെയ്തിട്ട് വേറൊരു കുറച്ചുകൂടെ വണ്ണമുള്ളൊരു പൈപ്പ് അതിനകത്ത് കയറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും അലൈൻമെൻറ്റ് ചെയ്ത് അതിൻ്റെ ആ ഫോക്കൽ പോയിൻ്റ് കറക്റ്റ് മെഷർമെൻറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന ആ ഒരു കറക്റ്റ് അളവിന് ആയിരിക്കണമെന്നില്ല നമ്മുടെ ഫോക്കൽ പോയിൻറ്റ്. അപ്പോൾ സിഗ്നൽ ഏത് ഭാഗത്താണ് വന്ന് വീഴുന്നത് അതിൻ്റെ അനുസരിച്ച് നമുക്ക് പ്രതിഫലിച്ച് കിട്ടുന്ന ആ ഒരു പോയിൻ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ആ പൈപ്പ്, അതായത് ഫോക്കൽ പോയിൻ്റ് പൈപ്പ് കട്ട് ചെയ്തിട്ട് അതിന് ഹൈറ്റ്, കാരണം മറ്റ് ആ ഒരു പഴയ ഡിഷിൻ്റെ ഫോക്കൽ പോയിൻ്റ് ഇത്രയും ഹൈറ്റ് ഇല്ല. അപ്പോൾ ഇതിന് കർവ് കുറഞ്ഞതുകൊണ്ട് ഹൈറ്റ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഇടയ്ക്ക് വേറൊരു പൈപ്പ് വെച്ചിട്ട് അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് അതിൻ്റെ ആ മെഷർമെൻറ്റ് കറക്റ്റ് ആക്കിയിട്ട് സിഗ്നൽ എത്ര കിട്ടും എന്നുള്ളത് ചെക്ക് ചെയ്ത്. അപ്പോൾ ഞാൻ ഇത് നമ്മുടെ ഇൻ്റൽസാറ്റ് 17 കൈരളിയുടെ TPയും ഏഷ്യാനെറ്റിൻ്റെ TPയും ഇതിനകത്ത് ട്യൂൺ ചെയ്ത് മീറ്ററിൽ ആ ഒരു സിഗ്നൽ പെർസെൻറ്റേജ് കാണിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് ഈ ഡിഷിൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങളാണ്, എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നൊക്കെയാണ്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള അലൂമിനിയം മെറ്റീരിയൽ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. കംപ്ലീറ്റ് റിബുകളും കാര്യങ്ങളും ഒക്കെ അലൂമിനിയമാണ്. അതുപോലെ തന്നെ ഷീറ്റും അലൂമിനിയമാണ്. ഇപ്പോൾ 24 റിബായിട്ടാണ് ഇതിനെ ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ 12 റിബ് സ്ക്വയർ ട്യൂബും 12 വേറെ ഒരു ഇടയ്ക്ക് സപ്പോർട്ട് കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. എന്നാലും 24ഓളം റിബ് ഇതിനകത്തുണ്ട്. അത് ഷീറ്റിൻ്റെ ആ ഒരു എങ്ങനെ കട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് സെറ്റ് ചെയ്തെടുക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടി, കാരണം ഡിഷ് കറക്റ്റായിട്ടുള്ള ഒരു റൗണ്ടിലേക്ക് വരാൻ വേണ്ടിയുമാണ് അങ്ങനെ ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന് സ്ക്രൂ ആണ് എല്ലാ ഷീറ്റിനും ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ ഇനി ഒരു ബീഡിങ് ഒക്കെ സെറ്റ് ചെയ്ത് അതിനെ ഒന്ന് ചൊവ്വാക്കാനുണ്ട്. എന്നാലും ഡിഷ് ഞാൻ വൃത്തിയായിട്ട് ഇത്രയും ചെയ്തു. എന്നാൽ പോലും അതൊന്ന് ട്യൂൺ ചെയ്ത് നോക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞാനത് കംപ്ലീറ്റ് വർക്ക് കഴിയുന്നതിന് മുമ്പ് തന്നെ ട്യൂൺ ചെയ്തു. കാരണം സിഗ്നൽ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നോക്കാൻ വേണ്ടി. കാരണം മറ്റ് ഡിഷുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിന് കുഴിവ്, അതായത് അതിന് ഉള്ളു കുറവാണ്. കർവ് കുറവായതുകൊണ്ട് ഇത് കുറച്ച് വിടർന്നാണ് നിൽക്കുന്നത് ഈ ഒരു ഡിഷ്. അപ്പോൾ അതിൻ്റെ ഫോക്കൽ പോയിൻ്റ് അതുകൊണ്ടാണ് ഹൈറ്റിലേക്ക് വന്നിരിക്കുന്നത്. ഏകദേശം 1 മീറ്ററോളം ഹൈറ്റ് നമുക്ക് ഈ ഫോക്കൽ പോയിൻറ്റിന് ഉണ്ട്. അപ്പോൾ അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഓൾറെഡി 4 ഡിഷായിട്ടുണ്ട് സെയിമായിട്ട്. പക്ഷേ മറ്റുള്ള ഡിഷുകളെക്കാട്ടിലൊക്കെ അളവിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മൾ ആ ഒരു അവർ നിർമ്മിച്ചിരിക്കുന്ന ആ ഒരു അളവും പ്രകാരമൊക്കെ നമ്മൾ ബെൻഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ബെൻഡ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് വ്യത്യാസങ്ങൾ വരാം. ഇപ്പോൾ ഞാനത് കൈരളിയുടെ TPയിൽ 10 MERൽ 67% സിഗ്നലാണ് എനിക്കിതിനകത്ത് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഏഷ്യാനെറ്റിൻ്റെ TPയിൽ എനിക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 49% ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ ട്യൂൺ ചെയ്ത് എടുക്കാനുണ്ട്. 7 MER അല്ലെങ്കിൽ 8.4 MERോളം എനിക്ക് സിഗ്നൽ വരുന്നുണ്ട് ഇതിനകത്ത്. 49%. അപ്പോൾ എനിക്ക് സിഗ്നൽ ഇത്രയൊക്കെ കിട്ടി. എന്നാലും എനിക്ക് മലയാളം 24 ചാനലിന് ഒരു ബ്രേക്കും ഇല്ലാതെ പക്കയായിട്ട്
നമുക്ക് 24 മലയാളം ചാനൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. കാരണം ഞാൻ ടി വിയിൽ ആ ഒരു കാണിക്കുന്നുണ്ട്, അതിനകത്ത് ഏതൊക്കെ ഒരു എങ്ങനെ ഫ്രീസിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ എനിക്ക് 24 മലയാളം ചാനലും അതോടൊപ്പം കിട്ടുന്ന ഹിന്ദി, തമിഴ്, മറ്റ് ചാനലുകൾ ഏകദേശം ഒരു 50-ൽ പരം ചാനലുകൾ നമുക്ക് കാണുവാനായിട്ട് തന്നെ ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ ആ ഒരു ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു വീഡിയോയും കൂടെ ഇതിനോടൊപ്പം ലാസ്റ്റ് വരെ കാണാമെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് വെക്കും. ഇത് ഞാൻ പറഞ്ഞ ആ ഫോക്കൽ പോയിൻറ്റിൻ്റെ പൈപ്പ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഈ ഒരു ഡിഷിന് വേണ്ടിയുള്ള ഫോക്കൽ പോയിൻറ്റ് ഞാൻ നിർമ്മിച്ചില്ല. എന്താണെന്ന് ചോദിച്ചാൽ അതിന് കറക്റ്റ് ഫോക്കൽ പോയിൻറ്റ് നിർമ്മിച്ച് എടുക്കാം. പഴയത് വെച്ചിട്ട് നമ്മൾ ട്യൂൺ ചെയ്ത് നമ്മുടെ ഡിഷ് നമ്മൾ സ്വന്തമായിട്ടുണ്ടാക്കിയ ആ ഒരു ഡിഷിൽ നമുക്ക് സിഗ്നലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ, നമുക്ക് പിക്ചർ കിട്ടുമോ ഇല്ലയോ എന്നുള്ള ആ ഒരു കാര്യം തീർച്ചപ്പെടുത്തിയതിന് ശേഷം, അതുകൊണ്ടാണ് ഞാൻ ഫോക്കൽ പോയിൻറ്റ് മാത്രം ഇതിനകത്ത് ഉണ്ടാക്കിയില്ല. അതിൻ്റെ സ്റ്റാൻഡിലും ചെറിയ വർക്കുകളുണ്ട്, സൈഡ് ചുറ്റിനും ബീഡിംഗ് ഒക്കെ ഇടാനുണ്ട്. ഇപ്പം ഞാനിത് ട്യൂൺ ചെയ്തു. ഇൻ്റൽസാറ്റ് 17 66 ഡിഗ്രി ട്യൂൺ ചെയ്തെടുത്തിരിക്കുന്നു. അപ്പോൾ ഓരോ ചാനലും നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനൽസിലൊക്കെ കിട്ടുന്ന ആ ഒരു എത്ര ശതമാനം സിഗ്നൽ ഫ്രീക്വൻസി, ഇതിപ്പം ഏകദേശം രാവിലെ 9:37, അതായത് 19/1/2024 9:37 അല്ലെ 9:45 രാവിലെ എടുത്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിനകത്ത് ഫ്രീസിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ വൈകിട്ട് ഞാൻ ചെക്ക് ചെയ്തു, വൈകുന്നേരം സന്ധ്യാസമയത്തും ചെക്ക് ചെയ്തു, നല്ല പെർസെൻറ്റേജാണ്. ഇനി ഷീറ്റിന് അതിനൊരു പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞതിന് ശേഷം. എന്നാലും ഇത്രയൊക്കെ ഒരു വൃത്തിയായിട്ട് ഒരു ഡിഷ് ചെയ്തിട്ട് നമ്മൾ അതിനകത്ത് എത്ര ശതമാനം സിഗ്നൽ കിട്ടും, പിക്ചർ കിട്ടുമോ എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയാണ് ഞാനിത് ട്യൂൺ ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്ന ചാനലിൻ്റെ ഡീറ്റെയിൽസാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. 1 മുതൽ 24 വരെയുള്ള മലയാളം ചാനലുകൾ നമുക്കിതിനകത്ത് ഓരോന്നായിട്ട് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ജയ് ഹിന്ദ് കാണിച്ചു, അത് കഴിഞ്ഞ് ഇപ്പോൾ മഴവിൽ മനോരമയാണ് കാണിച്ചത്, അത് കഴിഞ്ഞാൽ ഇപ്പോൾ 24 ന്യൂസ് കാണിച്ചു, അതുതന്നെ ശാലോം, ജീവൻ TV, പവർ വിഷൻ, ഹാർവസ്റ്റ്, സഫാരി TV. ഈ സഫാരി TVക്കൊക്കെ നല്ല സിഗ്നൽ ഇല്ലെന്നുണ്ടെങ്കിൽ അതൊക്കെ ഫ്രീസിങ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സഫാരി, കൗമുദി, റിപ്പോർട്ടർ, മീഡിയ 1 ഇതൊക്കെ. പക്ഷേ ഇതിനകത്ത് എനിക്ക് പക്കയായിട്ട് ഒരു ഫ്രീസിങ്ങും ഇല്ലാതെ സഫാരി ചാനലൊക്കെ കിട്ടുന്നുണ്ട്. നിങ്ങൾക്കത് വ്യക്തമായിട്ട് കാണാവുന്നതാണ് ഇതിനകത്ത്. ഞാനതുപോലെ തന്നെ സിഗ്നൽ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്, ഇൻഫോ അടിച്ചിട്ട് എല്ലാ സിഗ്നലും കാണിക്കുന്നുണ്ട്. റിപ്പോർട്ടർ TV, ദർശന റിപ്പോർട്ടർ TVയുടെ ആ ഒരു സിഗ്നൽ, റിപ്പോർട്ടർ TVയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല പക്കയാണ്, ഒരു സ്റ്റില്ലും ഇല്ലാതെ നല്ല പക്കയായിട്ട് കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് ATE, ജനം TV, അങ്ങനെ 24 ചാനലാണ് നമുക്ക് ഇതിനകത്ത് കിട്ടിയിരിക്കുന്നത്. ഇൻ്റൽസാറ്റ് 17 66 ഡിഗ്രിയിൽ നിന്നും കിട്ടിയിരിക്കുന്ന ചാനൽസ് 24 മലയാളം ചാനൽ. അത്യാവശ്യമുള്ള എല്ലാ ചാനൽസും നമുക്ക് മലയാളത്തിൽ സൗജന്യമായിട്ട് ഇത് കാണാനായിട്ട് വെക്കും. ഒറ്റ LMBയിൽ തന്നെ ഈ ഒരൊറ്റ ദിശയിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതോടൊപ്പം തന്നെ നമുക്ക് ഏഞ്ചൽ TV, മാതാ TV, മക്കൾ ടെലിവിഷൻസ്, അങ്ങനെ മത്തിമുഖം, അങ്ങനെ കുറേ തമിഴ് ചാനൽ നമുക്ക് ഇതോടൊപ്പം തന്നെ കിട്ടുന്നുണ്ട്. ഞാനതെല്ലാം കൂടെ കാണിക്കുന്നില്ല. ഏകദേശം നമുക്കൊരു 50-ൽ പരം ചാനൽ നമുക്ക് ഇതിനകത്ത് തന്നെ കിട്ടുന്നുണ്ട്. ട്യൂണിങ് നമുക്ക് ഒരുപാട് കാണിക്കുന്നു, പക്ഷേ നമുക്ക് കാണുവാനായിട്ട് 50-ൽ പരം ചാനൽ ഇതിനകത്ത് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതുപോലെ ഒരു സി ബാൻഡ് ഡിഷ് നിർമ്മിച്ചാൽ, ഇതുപോലെ നിങ്ങൾ കണ്ടല്ലോ, ഇപ്പോൾ ഇൻ്റൽസാറ്റ് 17 66 ഡിഗ്രിയിൽ കിട്ടുന്ന ആ ഒരു പിക്ചർ ക്വാളിറ്റിയും അതുപോലെ തന്നെ ആ സിഗ്നൽ പെർസെൻറ്റേജും എത്ര ശതമാനം സിഗ്നലൊക്കെ കിട്ടുമെന്നുള്ളത് ഞാൻ ഇതിനകത്ത് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. നല്ലത് കണ്ടോ, മീഡിയ 1 63% സിഗ്നലാണ് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ കൗമുദി TVയുടെ അതുപോലെ തന്നെ സഫാരിയുടെ സിഗ്നൽ പെർസെൻറ്റേജ് നോക്കി 63%, ഒരു ഫ്രീസിങ്ങും ഇല്ല, നല്ല വ്യക്തമായിട്ട് തന്നെ നമുക്ക് കാണുവാനായിട്ടും സാധിക്കുന്നതാണ്. റിപ്പോർട്ടർ TVയുടെ സിഗ്നൽ പെർസെൻറ്റേജും കൂടെ നമ്മൾ നോക്കിക്കോളൂ, 63% സിഗ്നൽ പെർസെൻറ്റേജ് ഉണ്ട്. അപ്പോൾ ഇനി ഇത് കറക്റ്റായിട്ട് ഒന്നുകൂടെയൊക്കെ നമ്മൾ ട്യൂൺ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് കൂടുതൽ സിഗ്നൽ നമുക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കതിനെപ്പറ്റി അറിയത്തുള്ളൂ. എന്നാലും ഇത്രയും ഞാൻ ഇത് ഈ അസംബിൾ ചെയ്തു, അതായത് ഈ ഡിഷ് നമ്മൾ മാനുഫാക്ചർ ചെയ്തു. അപ്പോൾ സ്വന്തമായിട്ടൊരു ബെൻഡറൊക്കെ ഉണ്ടാക്കി നമ്മൾ മാനുഫാക്ചർ ചെയ്താണ് ഈ ഒരു ഡിഷ് ഇത്രയും ആക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഡിഷ് ചെയ്തെടുത്തപ്പം അതിനകത്ത് നമ്മുടെ ആ ഒരു ആഗ്രഹം, നമുക്ക് എത്ര മലയാളം ചാനൽ കിട്ടും, നിങ്ങൾക്കും ഇതുപോലെ തന്നെ ഒരു ഡിഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും സൗജന്യമായിട്ട് റീചാർജ് ചെയ്യാതെ 24 മലയാളം ചാനൽ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
വീഡിയോ കണ്ടതിന് നന്ദി.